ഷംന കുറച്ച് സൈഡ് ഷംന സൈഡ് മൈക്കിതാത്ത് എല്ലാവരും മൈക്കെന്താത്ത് മൈക്കിതാത്ത് എല്ലാവരും മൈക്കെന്താത്ത് മൈക്ക് മോൻ കാണുന്നില്ല മൈക്കകത്ത് ഷംന കുറച്ച് സൈഡിക്ക് വീഡിയോ എല്ലാവർക്കും നമസ്കാരം. വളരെ വേദനയോടെയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശം കഴിഞ്ഞതിനു ശേഷം നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമാണ്. പിരായിരി പഞ്ചായത്തിൽ ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അവിടുത്തെ ആളുകൾക്ക് കാണണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഒരു ക്യാൻസർ പേഷ്യന്റ് അദ്ദേഹത്തിന്റെ കുടുംബവും ചേർന്ന് നമ്മളെ കാണാൻ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡിൽ അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് ആദ്യം ഞങ്ങൾ പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് സാമുദായിക സംഘടനയുടെ പല നേതാക്കന്മാരുടെയും വീട്ടിൽ കയറുക എന്നുള്ളതായിരുന്നു ഇന്നത്തെ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ എൻ്റെ ജോലി. എന്നാൽ വളരെ ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരു ന്യൂസ് നിങ്ങൾ കേരളം മുഴുവൻ മാധ്യമ പ്രവർത്തകര് എന്താണ് സംഭവിച്ചത് എന്ന് പോലും അറിയുന്നതിന് മുൻപ് ഒരു സ്ത്രീ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുമ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൽ പണം കൊടുക്കുന്ന ഒരാളാക്കി എന്നെ വേട്ടയാടാൻ നിങ്ങൾ പരിശ്രമിച്ചതിന്റെ വാർത്ത എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒന്ന്. രണ്ടാമതായിട്ട് പാലക്കാടിലെ വോട്ടർമാരെ മുഴുവൻ നിങ്ങൾ അപമാനപ്പെടുത്തി. കാരണം പാലക്കാടിലെ വോട്ടർമാർ പണം വാങ്ങി വോട്ട് ചെയ്യുന്നവരാണ് എന്നുള്ള രീതിയിലാണ് നിങ്ങൾ ആ വാർത്തകൾ അത്രയും സംപ്രേഷണം ചെയ്തത്. 1 മണിക്കൂറിലധികം സമയം ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ നിങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കണം. ആ ഓട്ടോ സ്റ്റാൻഡ് മുതൽ 1 മണിക്കൂറിലേറെ സമയം ഈ കാറ് എന്നെ ഫോളോ ചെയ്യുകയാണ്. ആ കാറിനകത്ത് 2 ചെറുപ്പക്കാർ ബാക്കിലിരിക്കുകയാണ്. ഒരു സ്ത്രീ മുഖം മറച്ച് ഒരു സ്ത്രീ ഫ്രണ്ടിൽ ആ കാറിലിരിക്കുകയാണ്. ഒരാൾ വാഹനം ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്റ്റോപ്പിലും ഓരോ വീടിന്റെ മുന്നിലും ഞാൻ ഇറങ്ങുമ്പോൾ ആ കാറ് എൻ്റെ കയ്യിൽ നിൽക്കുകയാണ്. എൻ്റെ ആദ്യത്തെ ചോദ്യം, എന്തിനാണ് ആ കാറ് ശോഭാ സുരേന്ദ്രനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നത് ഇന്നത്തെ ദിവസം? ആ കാറിന്റെ ഫോട്ടോ ഞാൻ പുറത്തിറങ്ങി. ആ കാറിന്റെ ഫോട്ടോ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്പർ എൻ്റെ കയ്യിലുണ്ട്. രണ്ടാമതായിട്ട് ഇന്നലെ തന്നെ പാലക്കാടിലെ ജില്ലാ കലക്ടറുമായി ഞാനിപ്പോൾ സംസാരിച്ചു. പാലക്കാടിന്റെ ജില്ലാ കലക്ടറുമായി ഞാൻ ഇപ്പോൾ അല്പസമയം മുമ്പ് സംസാരിച്ചു. അപ്പൊ ജില്ലാ കലക്ടർ എന്നോട് പറഞ്ഞത് ഇന്നലെ തന്നെ ശോഭാ സുരേന്ദ്രൻ പൈസ വോട്ടർമാർക്ക് കൊടുക്കുന്നതായിട്ടുള്ള പരാതി കലക്ടറുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആദ്യം പരാതി തയ്യാറാക്കി, അത് കലക്ടർക്ക് കൊടുത്തു, ഫ്ലൈയിങ് സ്ക്വാഡിനെ റെഡിയാക്കി, പിന്നെ ഒരു കഥ തയ്യാറാക്കി. ഇതെല്ലാം ചെയ്തതിനു ശേഷമാണ് ആ കാറിലെ ചെറുപ്പക്കാർ, കാറിന്റെ മുൻസീറ്റിൽ ഇരുന്ന വ്യക്തി, ആ വ്യക്തിയുടെ പേരും ഡീറ്റെയിൽസും അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒരല്പസമയം വൈകിയത്. ഒരു മാധ്യമം ഞാൻ വരുന്നതിന് മുൻപ് തന്നെ നടയടി തുടങ്ങി. ശോഭാ സുരേന്ദ്രന് പാലക്കാട് ആകെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടയടി നടത്തിക്കൊണ്ടാണ് എന്നെ സ്വീകരിച്ചത്. അതേ മാധ്യമം തന്നെയാണ് ഇന്ന് മീഡിയ ഗ്രൂപ്പിൽ പോസ്റ്റ് ആദ്യം ഇടുന്നത്. അപ്പോ ഒരാൾ കഥയുണ്ടാക്കുന്നു, തിരക്കഥ വേറൊരാൾ അതിന് സഹായം ചെയ്തു കൊടുക്കുന്നു, അതൊരു മീഡിയ പ്രവർത്തകൻ പോസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരല്പമെങ്കിലും ഒരു മര്യാദ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളോട് ഞാൻ ചോദിക്കുകയാണ്. ഒരു ചെറിയ എൻ്റെ ഭാഗം കേൾക്കാൻ, എന്താണ് ആ റോഡിൽ ഉണ്ടായത്, എന്താണ് സംഭവിച്ചത് എന്ന് പോലും എൻ്റെ ഭാഗം കേൾക്കാതെ ഇന്ന് കേരളത്തിൽ ഈ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം അങ്ങേയറ്റം എന്നെ വ്യക്തിപരമായി അപമാനിക്കുന്ന രീതിയിലാണ് നിങ്ങൾ ഈ വാർത്ത കൊടുത്തത്. ഈ വാർത്തയെ തുടർന്ന് എന്ത് സംഭവിച്ചു? നിങ്ങൾ എല്ലാവരും ആ അമ്മയെ കാണാൻ പോയി.
ആ അമ്മയെ കാണാൻ പോയിട്ട് അമ്മയെ തലങ്ങും വിലങ്ങും. അപ്പോഴേക്കും മാർക്സിസ്റ്റുകാർ പോകുന്നു, കോൺഗ്രസിന്റെ ആളുകൾ പോകുന്നു, ആ വീട്ടിൽ അമ്മയെ പ്രഷർ ചെയ്യിക്കുന്നു, അത് പറയണം ഇത് പറയണം. എന്നിട്ട് പല ചോദ്യങ്ങളും ചോദിച്ചു. എന്തെങ്കിലും ഒരു തൊണ്ടി നിങ്ങൾക്ക് കിട്ടിയോ? ആ അമ്മ എന്താ പറഞ്ഞത്? എന്റെ കയ്യിൽ ഒരാളും പണം തന്നിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ കഥ പോയി. രണ്ടാമത്തെ എന്റെ പോയിന്റ്, ഞാൻ നിങ്ങളെ ഒരു വിഷ്വൽ കാണിക്കാം. ഒരു ചെറുപ്പക്കാരൻ, ഒരു 22-23 വയസ്സുള്ള ഒരു കുട്ടി സ്വന്തം അമ്മയുടെ പ്രായമുള്ള എന്നെ നോക്കി സെക്ഷലി ഹറാസ്മെന്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ആക്ഷൻ 3 തവണ കാണിച്ചാൽ ഞാൻ കാർ നിർത്തി അവന്റെ അരികിലേക്ക് ചെല്ലണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇന്നലെ രാത്രിയിൽ ചന്ദ്രനഗർ വീടിന്റെ മുന്നിൽ നീ എന്താണ് വന്നത് എന്ന് ഞാൻ അവനോട് ചോദിക്കുന്നുണ്ട്. എന്റെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാം. എന്തിനാണ് ഞാൻ താമസിക്കുന്ന വീടിന്റെ മുന്നിലേക്ക് രാത്രി 11:30 മണിക്ക് ആ ചെറുപ്പക്കാരൻ വന്നത്? ആരായിരുന്നു അവന്റെ കൂടെ ഉണ്ടായിരുന്നത്? അയാളുടെ പേര് ഞാൻ ഇപ്പോൾ കളക്ട് ചെയ്യായിരുന്നു. കാറിലുള്ള വിനേഷ് സർഗ എന്നാണ് ഇവന്റെ പേര്. കാറിലുണ്ടായിരുന്ന വ്യക്തിയുടെ പേര് വിനേഷ് സർഗ. പോലീസ് 420 കേസ് ഇട്ടിട്ടുള്ള ഒരാളാണ്. ഈ 100 കണക്കിന് ആളുകളെ ഒരു കോപ്പറേറ്റീവ് സഹകരണ സംഘത്തിലൂടെ പറ്റിച്ച ഒരാളാണ്. നിങ്ങൾക്ക് ഞാൻ അതിന്റെ FIRന്റെ കോപ്പി എല്ലാം തരാം. നിരവധിയായിട്ടുള്ള കേസുകളിൽ പ്രതിയായ ക്രിമിനൽ സംഘങ്ങളെ കൂടെ കൂട്ടി നടക്കുന്ന, നാട്ടിൽ പകൽ വെളിച്ചത്തിൽ മുങ്ങി നടക്കുന്ന ഒരാൾ ഒരു കാറിൽ 2 ഗുണ്ടകളെയും കയറ്റി സ്വന്തം അമ്മയ്ക്ക് തുല്യമായിട്ട് കാണുകയും ചിരിക്കുകയും മിണ്ടുകയും ചെയ്യേണ്ട ഒരു സ്ത്രീയെ വളരെ മോശമായ രീതിയിൽ ആംഗ്യം കാണിച്ചതുകൊണ്ടാണ് ഇതാ ഈ നിൽക്കുന്ന പ്രമിള ചേച്ചിയെ മാധ്യമപ്രവർത്തകർക്ക് കാലം എത്രയായിട്ട് അറിയാം. എവിടെയെങ്കിലും ഒരു ചെറുപ്പക്കാരനോട് ഒരു ദേഷ്യത്തിന്റെ ഭാഷയിൽ ചേച്ചി സംസാരിക്കുന്നത് ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇന്ന് ചേച്ചിയുടെ വിഷ്വൽ, ഞങ്ങൾ എടുത്ത വിഷ്വൽ ഞാൻ മാധ്യമപ്രവർത്തകർക്ക് ഇപ്പൊ കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഒറ്റ കാര്യമേ ഉള്ളൂ, വളരെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്തതുകൊണ്ടാണ് ആ കാറിനരികിലേക്ക് ഞാൻ കടന്നു ചെന്നത്. ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്, വൃത്തികെട്ട രീതിയിൽ, മോശമായ രീതിയിൽ, വളരെ ഒരു സ്ത്രീയും കണ്ടാൽ വേദനിക്കുന്ന രീതിയിൽ, അതേത് തല കെട്ടിയ കൊമ്പനാണെങ്കിലും, നിങ്ങൾക്കുമുണ്ടല്ലോ അമ്മമാർ, നിങ്ങൾക്കുമുണ്ടല്ലോ സഹോദരിമാർ, ശോഭാ സുരേന്ദ്രൻ ഡോറ് തുറന്ന് പുറത്ത് ചെന്നിരിക്കും, ഒരു തർക്കവും വേണ്ട. പക്ഷേ ഞാൻ എന്തുകൊണ്ടാണ് ഉടൻ തന്നെ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് ചെയ്യിച്ചതാണ് ഈ വിനേഷിനെയാണ് കസ്റ്റഡിയിൽ എടുക്കേണ്ടത്. ഞാൻ ആ ചെറുപ്പക്കാരനെതിരെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോ പരാതി തയ്യാറാക്കിയിട്ടുണ്ട്. പരാതി ഞങ്ങൾ പോലീസിന് മെയിലായിട്ട് അയച്ചിട്ടുണ്ട്. രേഖാമൂലം ഞാനിപ്പോ പോലീസിനെ കാണും, പരാതി കൊടുക്കും. തെരഞ്ഞെടുപ്പിന്റെ ഇലക്ഷൻ കമ്മീഷന് ഞാൻ പരാതി കൊടുക്കും. ഈ ഉണ്ടാക്കിയിട്ടുള്ള വിവാദങ്ങൾ അത്രയും ഉണ്ടയില്ലാ വെടികളാണ്. ആ ഉണ്ടയില്ലാ വെടിവെച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിജയം പാലക്കാട് ഉറപ്പായപ്പോൾ അത് സഹിക്കാൻ വയ്യാത്തവരാണ് ഇങ്ങനെ ഒരു കഥയുമായി പുറത്തു വന്നത്. എന്താണ് നിലനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് ചട്ടം എന്നറിയാതെ ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കാൻ വരുന്ന ഒരാളല്ല നിങ്ങളുടെ ശോഭാ സുരേന്ദ്രൻ. ഇതെന്റെ 10ാമത്തെ തെരഞ്ഞെടുപ്പാണ്. 9 തെരഞ്ഞെടുപ്പുകളിലും നിങ്ങൾ എന്നെ കേരളത്തിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ 10ാമത്തെ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ ഞാൻ വിജയിക്കുമെന്നായപ്പോൾ ഇന്നലെ ഒരു തിരക്കഥ തയ്യാറാക്കി കൊടുത്ത് ഇന്ന് എന്റെ കാറിന്റെ പിറകിൽ മണിക്കൂറുകൾ ഫോളോ ചെയ്യാൻ ആരാണ് അനുവാദം കൊടുത്തത്? ആരാണ് ഏൽപ്പിച്ചത്? അവരാരാണ്? എവിടെ നിന്ന് വന്നവരാണ്? ഏത് ചെറുപ്പക്കാരാണ്? നിങ്ങൾ എന്റെ മാധ്യമ സുഹൃത്തുക്കൾ കൂടി കൂടെ നിൽക്കണം, അതെനിക്ക് തെളിയിക്കണം. ഇതാണ് എനിക്ക് നിങ്ങളോട് ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കാനുള്ളത്. വിനേഷിന്റെ ഇടതുഭാഗത്ത് ഒരു സ്ത്രീ ഇരുന്നു. ഞാൻ അവരോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ കാണിക്കാം. ആ സ്ത്രീ തല കുനിച്ചിരിക്കുകയാണ് കുറ്റവാളിയെ പോലെ. അല്ല, ആ ബാക്ക് എനിക്ക് അവൻ ആരാണെന്ന്, ആ കുട്ടി ആരാണെന്ന് അറിയില്ല. അത് കണ്ടുപിടിക്കണം, പോലീസാണ് കണ്ടുപിടിക്കേണ്ടത്. കേരളം മുഴുവൻ എന്തായാലും ഇല്ലാത്തൊരു വാർത്ത കാണിച്ച സ്ഥിതിക്ക് ഇതുകൂടി ഒന്ന് നിങ്ങൾ കാണിക്കണം. ഇങ്ങനെയും വേദനിച്ച് പ്രമിള ചേച്ചിയെ രോഷത്തോടു കൂടി നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ?
ഈ പുറത്തിറങ്ങി നിൽക്കുന്ന ആളാണ് സർഗ, വിനേഷ് സർഗ. ഇങ്ങനെയാണോ ബഹുമാനം കാണിക്കുന്നതെന്ന് എന്തുകൊണ്ടാണ് ചോദിച്ചത്? അവൻ വൃത്തികെട്ട ഒരു ആംഗ്യമാണ് കാണിച്ചത്, ഒരു തവണയല്ല. ഞാൻ ഇറങ്ങി ചെല്ലുന്നതിന് മുമ്പല്ലേ കാണിക്കുന്നത്? ആംഗ്യം കാണിച്ചുകൊണ്ടാണല്ലോ ഞാൻ ഇറങ്ങി ചെല്ലുന്നത്. പുറത്ത് വന്ന ദൃശ്യങ്ങൾ പ്രകാരം നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നു. അതൊക്കെ മാധ്യമങ്ങൾ കാണിച്ചാണ് എന്താണ് കാണിച്ചത്? നിങ്ങൾ കാണിച്ച അമ്മ ആദ്യം പറഞ്ഞു പണം തന്നിരുന്നു, ഒരു മാസം മരുന്നിന് ആവശ്യം 5000 രൂപ തന്നു അമ്മ പറഞ്ഞു. അതായത് വന്നശ്രീ ആരാണ്? കോൺഗ്രസിന്റെ വിനേഷ് സർഗ വിട്ട ആളാണോ? ആരാണ് വിട്ടത്? എന്താ മാധ്യമ ബിജെപിയുടെ കാറിന്റെ തൊട്ട് പിറകിലാണ് വിനേഷ് സർഗയുടെ കാർ യാത്ര ചെയ്യുന്നത്. ഈ സ്ത്രീ ആരാണ്? കൂട്ടത്തിലുള്ളതല്ല. ഇല്ലല്ലോ, ഞാൻ പ്രമിള. ആ സ്ത്രീ എന്തുകൊണ്ടാണ് കാറിൽ കാണുന്ന ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? അങ്ങനെ സ്ത്രീ ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കോൺഗ്രസ് ബിജെപിയുടെ കൂടെയാണ് അവർ. എന്റെ കാറിൽ ആ സ്ത്രീ കയറിയ വിഷയം നിങ്ങളുടെ കയ്യിലുണ്ടോ? നിങ്ങളുടെ കൂടെ 5-6 കാറുകളുണ്ട്. എന്റെ സുഹൃത്തെ, കാണിക്കൂ, പുറത്ത് കാണിക്കൂ. ഇതിലൊരു വെള്ള ചുരിദാർ ഇട്ട ഒരു സ്ത്രീ നിങ്ങൾ എന്തുകൊണ്ടാണ് എന്റെ കാറിനകത്ത് ഇന്നത്തെ ദിവസം ഈ പ്രമിള ചേച്ചിയും ഞാനും അല്ലാതെ എന്റെ കാറിൽ ഒരാളുമില്ലല്ലോ. ആ സ്ത്രീ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ വിഷൽ പുറത്തു വിടൂ? പിന്നെ എന്തുകൊണ്ട് അവർ കയറുന്നത് കിട്ടിയില്ല? എന്റെ കാറിൽ ഞാൻ കാണാത്ത ഒരു സ്ത്രീ, എന്റെ കൂടെ യാത്ര ചെയ്യാത്ത ഒരു സ്ത്രീ. നിങ്ങളുടെ വാഹനം യോഗത്തിനൊപ്പമാണുള്ളത്. എന്റെ ഇത്രയും വിശദമായി ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പുറത്തു വന്ന നിങ്ങളാണ് തെളിയിക്കേണ്ടത്, മാധ്യമങ്ങൾ. അതായത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എന്നെ സംബന്ധിച്ച് എന്റെ കാറിൽ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ ദൃശ്യം ഞാനൊരു കാര്യം വ്യക്തമായി ആ സ്ത്രീ എന്റെ കാറിൽ ഇരിക്കുന്നു. നോക്കൂ, ഞാൻ പറയട്ടെ, എന്റെ കാറിൽ ഇരിക്കുന്നതിന്റെ മുഖം മാത്രമില്ല, അമ്മയുടെ അരികിലേക്ക് നടന്നു പോകുന്ന മുഖമുണ്ട്. അതിൽ കാണുന്നില്ല. നിങ്ങൾ അതിനെ കേരളത്തിലെ, ഞാൻ പറയട്ടെ, പോലീസ് മീഡിയ 1ന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണം. റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ എല്ലാ ചാനലുകാരും കൊടുത്ത വാർത്തയാണ്. മീഡിയ 1ന് മാത്രം എങ്ങനെ ഈ ദൃശ്യം തത്സമയം കിട്ടി? വെള്ള ചുരിദാറിട്ട ഒരാളും എന്റെ കാറിലില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി കേൾക്കാനുള്ള സമയം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ എന്ത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഒരു മാധ്യമം, ഞാൻ ഒരു മാധ്യമം എന്ന് അടിവരയിട്ട് പറയുകയാണ്, ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചു. ഇത് ഈ മാധ്യമ പ്രവർത്തകന്റെ പങ്ക്
പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകും. ഒന്ന്, ഈ തിരക്കഥയുടെ പിന്നിൽ മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറുടെ കൂടി ബന്ധമുണ്ട് എന്ന് ഞാൻ ഇല്ലാത്തൊരു ദൃശ്യത്തിന്റെ പേരിൽ ഉള്ള ദൃശ്യങ്ങളാണ്, ഇല്ലാത്ത ദൃശ്യങ്ങളല്ല. നിങ്ങൾ ഓരോരുത്തരായി ഒരു നിമിഷം, അതായത് അവിടേക്ക് മീഡിയ വേണമല്ല, ആ ദൃശ്യങ്ങളിൽ ആ സ്ത്രീയുടെ മുഖമേടെ ആ ഇന്നോവയുടെ കാരണക്കാരുന്നുണ്ടോ? സ്ത്രീ കാരണക്കാരുന്നുണ്ടോ? അത് കാണിക്കൂ. ഈ ശോഭാ സുരേന്ദ്രന്റെ സ്റ്റിക്കർ ഒട്ടിക്കുന്ന ഈ കാറിന്റെ ഈ പുറകുവശത്ത് ഇരിക്കുന്ന സ്ത്രീയാണ്. അല്ല, ആ സ്ത്രീയുടെ മുഖം ഒരു നിമിഷം, ആ മുഖം കാണുന്നുണ്ട്. ഒന്ന് കാണിക്കൂ. ഈ കാണുന്ന നിങ്ങൾക്ക് സുഹൃത്തെ, ഇതിൽ ഒരു നിഴലാണ്, ഒരു നിഴല് പോലെ ഒരു മിനിറ്റ്, തുടക്കം മുതലേ അമ്മയുടെ അതായത് ഒരു മാസത്തെ മരുന്നിന് ആവശ്യമായ 5000 രൂപ നൽകിയെന്ന് അമ്മ പറയുന്നുണ്ട്. അല്ല, അപ്പൊ കോൺഗ്രസ്സുകാരൻ എന്റെ കാറിന്റെ തൊട്ടുപിറകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വിനേഷ് സർഗ എന്ന് പറയുന്നവന്റെ കൂടെ വന്ന സ്ത്രീയാണോ അല്ലയോ നിങ്ങൾ അമ്മയുടെ അടുത്ത് ഞാൻ പോയോ? ഒരു നിമിഷം, നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത ശോഭ ചേച്ചി തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ ഈ വിനേഷിന്റെ കാറിന്റെ മുൻവശത്ത് ഇരിക്കുന്ന സ്ത്രീയുടെ ദൃശ്യമുണ്ട്. അയാളുടെ ഭാര്യയാണ്, അവളെ ചോദ്യം ചെയ്യണം. അവരുടെ അതിലേക്ക് പോയില്ല, ഈ വീടിന്റെ അകത്തേക്ക് പോയിട്ടുള്ളത് ആ സ്ത്രീയല്ല. അല്ല, ഇതിനകത്ത് തുടക്കം മുതൽ ഞങ്ങൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കാം. ഒരു മിനിറ്റ് ചോദ്യം ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ ആരെങ്കിലും ആ അമ്മയ്ക്ക് പൈസ കൊടുത്തു എന്ന് പറയുന്ന ദൃശ്യം നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കാണിക്കാം. ഒരു മിനിറ്റ് ആ പൈസ കൊടുക്കുന്ന ദൃശ്യം ഒരു മിനിറ്റ് ഒരൊറ്റ ചോദ്യം പൈസ ഇവിടെ ഈ സാരി ഒരു മിനിറ്റ് കാണിക്കും. നിങ്ങൾ ഈ ദൃശ്യം കാണിക്കും. ഒരു സാരി പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ്. നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, പൈസ ബിജെപിയുടെ പ്രതിനിധിയോ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? പൈസ കൊടുക്കുന്ന ദൃശ്യം രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കട്ടെ. രണ്ടിനും മറുപടി പറയും. ഒരു മിനിറ്റ് ഇതിനകത്ത് രണ്ട് കാര്യം ചേച്ചി സമ്മതിച്ചില്ല. രണ്ട് കാര്യം വിനേഷ് സർഗ എന്ന് പറയുന്ന 20 ക്രിമിനൽ കേസുകളുള്ള വിനേഷ് സർഗയോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ചോദ്യം ചെയ്യണം, വിനേഷ് സർഗയെ ചോദ്യം ചെയ്യണം. എന്റെ ഇതിൽ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് മൗനമായിട്ടിരിക്കുന്നത്? അവരെവിടെ നിന്നാണ് ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തത്? ശോഭാ സുരേന്ദ്രൻ എന്താ അവിടെ കാണാത്തത്? എന്റെ കൂടെയുള്ള പ്രമീള ചേച്ചി എന്താ വിഷ്വലിൽ കാണാത്തത്? അപ്പൊ എവിടെയോ ഇരുന്നു കൊണ്ട് ഇവർ ഒരു സ്ത്രീയെ ഇറക്കി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിച്ച് നിങ്ങളത് കാണാൻ പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്തു.
അതേ വെള്ളവസ്ത്രം ധരിച്ച വ്യക്തി ആ കാറിനകത്ത് ഇരിക്കുന്ന ദൃശ്യങ്ങളുണ്ട്. മറുപടി പറയും. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതെന്തുകൊണ്ട് അവർ ചിത്രീകരിച്ചില്ല? എന്റെ പൈസ കൊടുക്കുന്ന വിഷ്വൽ നിങ്ങളത് കാണിച്ചു. പൈസ കൊടുക്കുന്ന വിഷ്വൽ കാണിച്ചു. ഒരു കാറിൽ ബാക്ക് സീറ്റിൽ എങ്ങനെ ഒരു വെള്ള ചുരിദാറിട്ട സ്ത്രീ വന്നു? അതാണ് ഞാൻ പറയുന്നത്, അതാണ് അന്വേഷിക്കേണ്ടത്. ഞങ്ങൾ എത്രയോ ദിവസം ആരോപണം ഒരു അന്വേഷിക്കട്ടെ, പോലീസ് അന്വേഷിക്കട്ടെ. അതായത് ഞാൻ പറയാം, ഒരമ്മയെ കാണാൻ പോകുന്നത് ഷൂട്ട് ചെയ്ത ഒരാളുണ്ട് ഉണ്ടല്ലോ, അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ ചെല്ലുന്ന ഭാഗം നിങ്ങൾ കാണിച്ചത്. അപ്പൊ അവിടെ ഒരു വീഡിയോ പ്രവർത്തിച്ചിട്ടുണ്ട്. 1. 2, ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല. എന്താ മുഖം കാണിക്കാത്തത്? കാണിക്കുന്നുണ്ട്. അത് തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്നത് പൈസ കൊടുക്കുന്ന വീഡിയോ പൈസ കാണിക്കൂ. പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിനേഷ് സർഗെ ചോദ്യം ചെയ്യണം. ആരായിരുന്നു അവരുടെ കാറിൽ ഉണ്ടായിരുന്നത്? 1.5 മണിക്കൂറായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ ഞങ്ങൾ പോയ വീടുകളുടെ പരിസരത്തു വരെ ഏത് സ്ത്രീകളൊക്കെയാണ് അവർ കൊണ്ടുവന്നത്? അത് ചോദ്യം ചെയ്യണം. അതാ എന്റെ ആവശ്യം. അതായത് ശോഭാ സുരേന്ദ്രനോ പ്രമീള ശശിധരനോ സഞ്ചരിക്കുന്ന ആ കാറിലേക്ക് 2 വീഡിയോ, അതായത് പൈസ കൊടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാണ്. കൊടുക്കുന്നില്ല. ഒരമ്മയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ നിൽക്കുന്നു, കൊടുക്കുന്നതില്ല. ഒരാൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ഇത്രയേറെ പരിശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ മുഖം പൈസ കൊടുക്കുന്നത് പിടിക്കാൻ കിട്ടിയില്ല? ഞാൻ പറയാം. അപ്പോ ശോഭാ സുരേന്ദ്രന് വേണ്ടി അദൃശ്യ ശക്തിയായിട്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾക്ക് പണം കൊടുക്കുന്നു. ഒരു നിമിഷം. അങ്ങനെയാണെങ്കിൽ ഇത് അദൃശ്യമല്ല, ഇത് BJP പ്രവർത്തകയാണ്. അവർ കല്ലേക്കാട് സാരി വിതരണം ചെയ്തിട്ടുണ്ട്. ഇതെന്താണ് തെളിവ്? എന്താണ്? ഒരു സ്ത്രീ ഒരു തുണി പിടിച്ചു നിൽക്കുന്നു, ഒരമ്മ മുന്നിൽ. ഇതാണോ സാരി വിതരണം? ഇതാണോ സുഹൃത്തെ? ഇത് സാരി വിതരണമല്ലേ? ഇത് സാരി വിതരണമല്ലേ? രണ്ടാമത്തെ ഫോട്ടോ ഇതിനകത്ത് സാരി വിതരണം എന്താണെങ്കിലും സ്വപ്ന പദ്ധതികളെല്ലാം വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞാൽ എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ഒരുപാട് ആളുകളെ കാണാനുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടിനെങ്കിലും ഭൂരിപക്ഷത്തിന് ഞാൻ ജയിക്കുന്നത് കാണുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾക്കും കൈയടിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ പറയുന്നു, ഇവിടെ ഒരാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ എറണാകുളത്ത് നിന്ന് പോലും 16ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോക്സോ കേസ്, അതിന് പണം കൊടുത്ത ശ്രീമാൻ ഷാഫി പറമ്പലിനെ വരെ ഞാൻ ഇതിന്റെ മുന്നിൽ വലിച്ചു കീറിത്തരാം. 1. 2 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ മാന്യനുണ്ടല്ലോ UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ കഥ കിട്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എനിക്ക് ആ പതിവില്ല. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കെതിരെ എന്ത് സംഭവിച്ചാലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും, വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും. ഒരാൾ എറണാകുളത്ത് നിന്ന് എന്നെ കാണാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകരും അറിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എലക്ഷൻ കഴിഞ്ഞാൽ, ഈ 10-ാം തീയതി കഴിഞ്ഞാലാണ് ഒറിജിനൽ ആയിട്ടുള്ള കളി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അപ്പോ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മുന്നിൽ അവർക്ക് താങ്ങും തണലുമായി ഞാൻ ഉണ്ടാകും. ഞാൻ പരാജയപ്പെടണം എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ഈ നാടകത്തെ, ആസൂത്രിതമായ നാടകത്തെ കേരളത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ പരിശ്രമിച്ചു എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖവും
അങ്ങേയറ്റം വേദനയുമുണ്ട്. സത്യസന്ധതയുടെ ജിഗുയായിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഫ്ലെക്സ് അടിച്ചതിന്റെയും പോസ്റ്റർ അടിച്ചതിന്റെയും കാശ് വരെ കൊടുക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേശ്ശെ രൂപ കടം തന്നാൽ അത് കൊടുത്തു തീർക്കാം. മാധ്യമ സുഹൃത്തുക്കളുടെ ശമ്പളം നേരത്തെ ഒരു മാസത്തെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് കൂടി പറയാൻ ഈ അവസരത്തിൽ. പക്ഷെ ഒരു കാര്യം ഞാൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പണം കൊണ്ടുപോയി കൊടുത്തതും ഞാൻ കോൺഗ്രസ്സുകാരെ വിട്ടതും? അങ്ങനെയാണോ? രണ്ടുപേരും നോക്കൂ, ഞാൻ ഇന്ന് പോലീസിന് കൊടുക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം ഇപ്പൊ മീഡിയ വൺ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയുന്നതായിരിക്കും. അതായത് UDF സ്ഥാനാർത്ഥി ഇങ്ങനെ പീഡന കേസിൽ പെട്ടിട്ടുണ്ടെന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെ ഒരു സൂചനയാണല്ലോ പറഞ്ഞത്. അല്ല, അത് നമുക്ക് 10-ാം തീയതി കഴിഞ്ഞ് പറയാം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട പ്രതികരണമാണ് നടത്തിയിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒന്നും പറയാനില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്കിടയിൽ അവർക്ക് തണലായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്റെ മുന്നിൽ കിട്ടിയിട്ടുള്ള പരാതികളെല്ലാം തന്നെ ഞാൻ ഫയലിൽ വെച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തുകയില്ല. കാരണം എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണിച്ചാൽ മതി. നിയമപരമായി ദേശീയ വനിതാ കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് പാർട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞു. ഒരു മിനിറ്റ്, ഈ വിഷയത്തില് കൃത്യമായിട്ട് പാർട്ടിയുടെ സ്റ്റാൻഡ് ഞാൻ നേരിട്ട് അവിടെ സംസാരിച്ച ആളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് മാധ്യമ പ്രവർത്തകൻ കൂടുതൽ അതിന്റെ ബാക്കി പറഞ്ഞാൽ താങ്കൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ ഞാൻ കേരളത്തിൽ കഴിഞ്ഞ 30 വർഷം പൊതുപ്രവർത്തനം നടത്തിയിട്ട് ഇതുപോലെ ഒരു മാധ്യമ പ്രവർത്തകൻ എല്ലാ രീതിയിലും എന്നെ തകർക്കാൻ പരിശ്രമിച്ചിട്ടില്ല എന്ന് കൂടി പറയാൻ ഞാൻ മാധ്യമ പ്രവർത്തകരുടെ മുന്നിൽ രേഖയോട് കൂടിയിട്ടാണ് നിൽക്കുന്നത്. പോലീസിന് ഞാൻ പരാതി കൈമാറും. 10-ാം തീയതിക്ക് ശേഷവും ഞാൻ ഈ കേരളത്തിലുണ്ടാകും, ഈ മാധ്യമ പ്രവർത്തകനും ഉണ്ടാകും. എന്റെ കയ്യിൽ ചിലർ ഏൽപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ഉണ്ടാകും. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വളരെ വ്യക്തതയോടുകൂടി പറയുന്ന കാര്യങ്ങൾ 11-ാം തീയതിക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഗൂഢാലോചന നടത്തിയെന്നാണോ നോക്കൂ. അല്ലല്ല, ഞാൻ പറഞ്ഞത് സാരി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് പരാതി നൽകിയിരിക്കുന്നത്. ഇന്നലെ അപ്പോ സാരി കൊടുത്തതുമായി ബന്ധപ്പെട്ടാണ് കലക്ടർ എന്നോട് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു പരാതി ഇന്നലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സഹോദരി, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്താണ് ഇത്ര ഊർജം കാണിക്കുന്നത്? ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് മാത്രമേ വ്യക്തതയില്ലാത്തുള്ളൂ. അല്ലല്ല, നോക്കൂ, ഇവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ ചില ആളുകൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആ വ്യക്തത ഉണ്ടാക്കലല്ല ഇന്നത്തെ എന്റെ പണി. ഇന്നത്തെ എന്റെ പണി തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിക്കലാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പറയുന്നതും വ്യക്തതയില്ലാത്തതും നിങ്ങൾക്കാണ്. നിങ്ങൾ എല്ലാം ഷൂട്ട് ചെയ്ത് പണം കൊടുക്കാൻ പോകുന്നത് ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ അമ്മയെ കാണുന്നത് നിങ്ങൾ പിടിച്ചു. കാണുന്ന ആളുടെ മുഖം മാത്രമില്ല, ഒരു ക്രീം കളർ ചുരിദാർ നിങ്ങൾ പിടിച്ചു. അത് തലയിൽ മൂടിയിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്ന ദൃശ്യം നിങ്ങളുടെ കയ്യിലുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കാറിൽ രഹസ്യ ജീവിയായിട്ട് അവർ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖമില്ല, അവർ കയറുന്നതില്ല, അവർ കയറുന്നതുമില്ല, അവർ ഇറങ്ങുന്നതുമില്ല കാറിൽ നിന്ന്. ഒരു ഇതെങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നത് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ തെളിയിക്കും. ഒരു തർക്കവും വേണ്ട.